കേരളത്തിലുള്ള ഒരു എസ് എഫ് ഐക്കാരല്ല നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. കാരണം എന്താണ്? അവരുടെ മുദ്രാവാക്യങ്ങളിൽ അതിൽ സംഗീതമുണ്ട്, താളമുണ്ട്, പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങളുണ്ട്, അതിനകത്ത് ആത്മാർത്ഥതയുണ്ട്. അവർ പുതിയ ചെറുപ്പക്കാരാണ്, വളരെ ഹൈലി പൊളിറ്റിക്കലി സെൻസിറ്റീവായ ചെറുപ്പക്കാർ. അവരൊരു വ്യവസ്ഥിതിക്കെതിരെ പടപൊരുതുന്ന ആളുകളാണ്. ഈ പുരോഗമനപരമായ, മതേതരപരമായ, ജനാധിപത്യപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ പുതിയ തലമുറയിലുള്ള ആളുകളോടൊപ്പം ഏറ്റവും റിയാക്ഷണറിയായ, ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളുടെ വക്താക്കളും പ്രയോക്താക്കളുമായ വലിയൊരു വിഭാഗമുണ്ട്. നമ്മുടെ ഇവിടുത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ പൊള്ളത്തരത്തെ തുറന്നു കാട്ടുന്നു. എത്രത്തോളം ഈ കോർപ്പറേറ്റ് ശക്തികളുടെയും ഈ ഭരണവർഗത്തിൻ്റെയും ചൊൽപ്പടിക്കാരാണിവർ. ചെരുപ്പ് നക്കികളാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ശരിക്കുള്ള മാധ്യമപ്രവർത്തകരെ അല്ല. ഇപ്പം നമ്മൾ MA ബേബി നടത്തിയൊരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ SFIയും ഇപ്പം CPML ലിബറേഷൻ എന്ന് പറഞ്ഞ് ബീഹാറിൽ അവിടുത്തെ വളരെ ജനകീയ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രസ്ഥാനമാണ്. അവർ സായുധ വിപ്ലവത്തിൻ്റെ പാതയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ സ്വീകരിക്കുകയും ആ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ഭരണനിർവഹണ രംഗത്തും അവരുടേതായിട്ടുള്ളൊരു ബദൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ നേതാവാണ് ഈ വിദ്യാർത്ഥി സംഘടന. SFIയും ASFും ISIയും ഒക്കെ ഈ സമരത്തിൻ്റെ തുടക്കം മുതലേ ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിച്ച കാരണം, ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ അധികാരത്തിൻ്റെ ഭാഗമല്ല. നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമാണല്ലോ ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിലുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഏത് സംസ്ഥാനത്തുള്ളൂ? ബാക്കി എല്ലായിടത്തും അവരൊരു പ്രതിപക്ഷമാണ്. അവരൊരു ഭരണവ്യവസ്ഥയെ തന്നെ എതിർക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളുടെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലുള്ള ഒരു എസ് എഫ് ഐക്കാരല്ല നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. കാരണം എന്താണ്? അവരുടെ മുദ്രാവാക്യങ്ങളിൽ അതിൽ സംഗീതമുണ്ട്, താളമുണ്ട്, പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങളുണ്ട്, അതിനകത്ത് ആത്മാർത്ഥതയുണ്ട്. അവർ പുതിയ ചെറുപ്പക്കാരാണ്, വളരെ ഹൈലി പൊളിറ്റിക്കലി സെൻസിറ്റീവായ ചെറുപ്പക്കാർ. അവരൊരു വ്യവസ്ഥിതിക്കെതിരെ പടപൊരുതുന്ന ആളുകളാണ്. അവരുടെ സാന്നിധ്യം തുടക്കം മുതലുണ്ട്. അതുകൊണ്ടാണ് ജൻസികൾക്ക് മൊത്തത്തിൽ ഒരുമിക്കാൻ കഴിഞ്ഞത്. ഈ ജൻസികളെന്ന് പറഞ്ഞാൽ CJP മാത്രമല്ല, കോക്രോച്ചുകൾ മാത്രമല്ല, പാർട്ടികളോടൊപ്പം ഈ പറഞ്ഞ SFIയും ISIയും ASFും ഒക്കെ അടക്കം എന്നുള്ള നിരവധി ഈ ചെറുപ്പക്കാരുടെ ഗ്രൂപ്പുകൾ, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, ഗ്രൂപ്പുകളും വ്യക്തികളും ഒക്കെ ഉണ്ട്. അങ്ങനെ സ്വമേധയാ വന്ന, ഇപ്പം നമ്മളിപ്പം ഇവിടുന്ന് തന്നെ ഈ നമ്മളറിയാത്ത ഇപ്പോൾ രഞ്ജിനി ഹരിദാസിനെയൊക്കെ പോലുള്ള ആളുകളെയാണ് അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മളറിയും. അല്ലാത്ത എത്രയോ ചെറുപ്പക്കാർ അവിടെ പോയി, ഡൽഹിയിലേക്ക് പോയി, സ്വമേധയാ പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവമാണ്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ ഈ സമരത്തെ അതിൻ്റെ സാധ്യതയെയും അതിൻ്റെ ജെന്യുവിനിറ്റിയെയും കണ്ടറിഞ്ഞ് ഞങ്ങളുടെ നേതൃത്വത്തിലല്ല, ഞങ്ങളുടെ നേതൃത്വത്തിലെന്നുള്ള പിടിവാശി മാറ്റി കൂടുതൽ ഡെമോക്രാറ്റിക്കായി അങ്ങോട്ട് ചെന്ന് പിന്തുണ കൊടുത്തു. ഇപ്പോൾ കോൺഗ്രസ് പോലുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം സമരത്തിൻ്റെ ഏറ്റവും അവസാന നാളിലാണ് പിന്തുണ കൊടുത്തത്. ഏറ്റവും ഒടുവിൽ വന്നിട്ടാണ് അവരൊരു ഷോ കാണിച്ചു പോയത്. പക്ഷേ ഈ പറയുന്ന SFIയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അവരെല്ലാം തുടക്കം മുതലേ ഉണ്ട്, പാർട്ടികളോടൊപ്പം തുടക്കം മുതലേ ഉണ്ട്. അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഭാഗമായിട്ടാണ് MA ബേബി പറഞ്ഞത്, ഈ സമരത്തിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്നതിൽ അണിചേരുകയും അതിൻ്റെ തുടക്കം മുതൽ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് എട്ടുകാലി സമരത്തിൻ്റെ ക്രെഡിറ്റ് തൻ്റെ പാർട്ടിക്ക് വേണമെന്നല്ല സഖാവ് MA ബേബി പറഞ്ഞത്. പകരം SFI ഉൾപ്പെടെയുള്ള ആളുകൾ അണിചേർന്നു. അവരെല്ലാം ഒരു കൂട്ടായ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം വിജയിച്ചത്. ആ അർത്ഥത്തിൽ SFIയും ഈ CJPയും ഒക്കെ തന്നെ പങ്കിടുന്ന പൊതുവായ ഒരു ആശയങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനെയാണ് ഈ എട്ടുകാലി മമ്മൂഞ്ഞെന്നൊക്കെ ഉള്ള അത്തരം രൂപകങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അധിക്ഷേപിച്ചു. ഇനി മറ്റൊരു മാധ്യമ പ്രവർത്തകൻ്റെ കാര്യം, ഇവിടുത്തെ വലതുപക്ഷ മാധ്യമത്തിൽ ഈ TG മോഹൻദാസിൻ്റെ കാര്യം പറഞ്ഞില്ല. എന്താണ് അയാൾ പറഞ്ഞത്? ഈ സമരത്തെ വളഞ്ഞു വെച്ച്, പട്ടാളത്തെ ഉപയോഗിച്ച് വെടിവെച്ച് ഇല്ലായ്മ ചെയ്യണം, എന്നിട്ട് ശവശരീരങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ കൂട്ടിയിടണം എന്ന് പറയുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ പുരോഗമനപരമായ, മതേതരപരമായ, ജനാധിപത്യപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ പുതിയ തലമുറയിലുള്ള ആളുകളോടൊപ്പം ഏറ്റവും റിയാക്ഷണറിയായ, ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളുടെ വക്താക്കളും പ്രയോക്താക്കളുമായ വലിയൊരു വിഭാഗമുണ്ട്. അത് ഈ സമൂഹം, കേരളം പൊതുവിൽ നമ്മൾ 100% സാക്ഷരതയുണ്ട്, ഇവിടെ കൂടുതൽ ജനാധിപത്യത്തിന് സാധ്യതയുണ്ടെന്നൊക്കെ പറയും. പക്ഷേ നമ്മളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വളരെ
പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അവിടെയൊക്കെയാണ് ഈ പുതിയ ജനറേഷൻ, പുതിയ തലമുറ അതിനെ മറികടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാനും പങ്കുവയ്ക്കുന്നത്.